മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 135.85 അടിയായി. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. നിലവിലെ നീരൊഴുക്ക് തുടർന്നാൽ രാത്രി 10 മണിയോടെ ജലനിരപ്പ് 136 അടിയിലെത്തും. വിവരങ്ങൾ നൽകാനായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, ഇന്നലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് തീരുമാനം? മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 135.80 അടിയായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കുറവാണ്. 2 മണിക്കൂറിൽ 0.05 അടി എന്ന നിലയിലാണ് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത്. 136 അടിയിലെത്തിയാൽ മാത്രമേ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി കേരളത്തിലേക്ക്, അതായത് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാൻ കഴിയൂ. നിലവിലെ നീരൊഴുക്ക് തുടരുകയാണെങ്കിൽ രാത്രി 10 മണിയോടുകൂടി മാത്രമേ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ വൃഷ്ടിപ്രദേശത്ത് പെയ്യണം. അല്ലെങ്കിൽ രാത്രി 10 മണിയോടുകൂടി മാത്രമേ ഇതേ നീരൊഴുക്കാണെങ്കിൽ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തൂ. രാത്രിയിൽ എന്തായാലും ഷട്ടർ ഉയർത്തില്ല എന്നുള്ളതാണ് തമിഴ്നാട് ഇതുവരെ വ്യക്തമാക്കിയിരിക്കുന്നത്. പകരം നാളെ രാവിലെയായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുള്ളത്. ഇപ്പോൾ കാണുന്നത് പെരിയാറാണ്. പെരിയാറിന്റെ തീരത്ത് മുല്ലപ്പെരിയാർ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശവാസികളായിട്ടുള്ള 883 കുടുംബങ്ങളോട് മാറി താമസിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തീരത്തിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ തീരദേശവാസികളായിട്ടുള്ള ആരും ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. 20 ശരി ജെയിൻ, ഇപ്പോ ജില്ലയിലെ മറ്റിടങ്ങളിലെ സ്ഥിതി എങ്ങനെയാണ്? എവിടെയെങ്കിലും ഒക്കെ മഴ ശക്തമാണോ? ഈ മണ്ണിടിച്ചിലൊക്കെ വലിയ ആശങ്കയായി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എവിടെയെങ്കിലും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ വേണ്ടി വരുന്നുണ്ടോ? ദിവിഷ്, ഇത് ജില്ലയിൽ പരക്കെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. 2 ദിവസം ഓറഞ്ച് അലർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ ആ രീതിയിലുള്ള ഒരു മഴ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും മഴ കുറവാണ്. ഡാമുകളുടെ കാര്യത്തിലാണെങ്കിൽ ഡാമുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള മുൻകരുതലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യമല്ല നിലവിൽ. ജില്ലയിൽ മൊത്തത്തിൽ പരക്കെ മഴയ്ക്ക് കുറവുണ്ട്, മഴയ്ക്ക് ശമനമുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല.